ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 2024 ഏപ്രിൽ 23 കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. അപ്പോൾ ആദ്യം ഏപ്രിൽ 23 പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. ഏപ്രിൽ 23 എന്ന് പറയുന്നത് ലോക പുസ്തക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 23, ലോക പുസ്തക ദിനം. അടുത്ത ചോദ്യം, 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. അപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത് നെതർലാൻഡ്സ് രാജാവ് രക്ഷാധികാരിയായ ഇറാസ്മിയാനം ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയായിരിക്കും പുരസ്കാര തുകയായിട്ട് വരുന്നത്. അപ്പോൾ 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനെ ചോദിക്കുകയാണെങ്കിൽ അത് അമിതാവ് ഘോഷാണ്. 15 ലക്ഷം രൂപയാണ് പുരസ്കാര തുകയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നാസയുടെ ചന്ദ്രയാത്രാ ദൗത്യമായ ആർട്ടിമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ 10 സഞ്ചാരികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജനായ നാസയുടെ ബഹിരാകാശ യാത്രികൻ അത് ഡോക്ടർ അനിൽ മേനോൻ. നാസയുടെ ചന്ദ്രയാത്രാ ദൗത്യമായ ആർട്ടിമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയായ 10 സഞ്ചാരികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജനായ നാസയുടെ ബഹിരാകാശ യാത്രികനാണ് ആര്? ഡോക്ടർ അനിൽ മേനോൻ. അടുത്ത ചോദ്യം, സ്വീഡനിലെ ലിങ്കോപ്പിംഗ് സർവകലാശാലയിലെ ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളി അത് ഗോൾഡൻ ആണ്. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. സ്വീഡനിലെ ലിങ്കോപ്പിംഗ് സർവകലാശാലയിലെ ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളിയാണെന്ത്? ഗോൾഡൻ എന്ന് പറയുന്നത്, ഗോൾഡൻ. അടുത്ത ചോദ്യം, ഇന്തോനേഷ്യയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസിഡൻറ്റ് കോഓർഡിനേറ്ററായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജയാണ് ഗീത സംഭർവാൽ. ഇന്തോനേഷ്യയിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസിഡൻറ്റ് കോഓർഡിനേറ്ററായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജ ചോദിക്കുകയാണെങ്കിൽ അത് ഗീത സംഭർവാൽ. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഊർജ്ജ പ്രതിസന്ധി തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യം. 2024 ഏപ്രിലിൽ ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. അടുത്ത ചോദ്യം, 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കെ ഫോൺ. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് കെ ഫോണാണ്. അടുത്ത ചോദ്യം, നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജിപിടിയുടെ സൃഷ്ടാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിതനായതാണ് പ്രഗ്യ മിശ്ര. നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജിപിടിയുടെ സൃഷ്ടാവുമായിട്ടുള്ള ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായിട്ട് നിയമിതനായത് ചോദിക്കുകയാണെങ്കിൽ അത് പ്രഗ്യ മിശ്ര. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനമാണ് ബ്രേക്ക് ഡാൻസ്. താങ്ക് യു.